الحمد لله الذي خلق الإنسان وعلمه البيان نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان اتقوا الله عباد الله وقال الله سبحانه وتعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും മരണപ്പെടുമ്പോൾ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദിവസങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു പോവുകയാണ്. ഒരു വർഷം നമ്മിൽ നിന്ന് വിട്ടകന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൂടി കഴിഞ്ഞു കടന്നിരിക്കുകയാണ്. പുതിയ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മളുള്ളത്. ഹിജറ 1438. ഒരു വർഷം കഴിഞ്ഞു കിടക്കുന്ന സന്ദർഭത്തിൽ ഓരോ ദിവസങ്ങളും മാറി മാറി വരുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഗുണപാഠങ്ങൾ ഏറെയാണ്.
വളരെയധികം ചിന്തിക്കുന്ന ആളുകൾക്ക് ശക്തമായ ചിന്താവിഷയങ്ങളാണ് ഓരോ ദിവസങ്ങളും കടന്നു പോകുമ്പോഴുണ്ടാവുക. അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല രാവും പകലും മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നിനു പുറകെ മറ്റൊന്നായി ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു കിടക്കുകയാണ്. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ, തീർച്ചയായും അതിൽ ഒരു ചിന്താ വിഷയമുണ്ട്, ഒരു പാഠമുണ്ട്. ലിഉലിൽ അബ്സാർ, കാഴ്ചയുള്ളവർക്ക്, കാര്യങ്ങളെ കൃത്യമായി ആലോചിക്കുന്ന ആളുകൾക്ക് വ്യക്തമായ ചിന്താവിഷയം, ഗുണപാഠം, ചിന്താപാഠം ഒക്കെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു കിടക്കുമ്പോൾ ഉണ്ടാവുമെന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു വർഷം കഴിഞ്ഞുപോയപ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു വർഷം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് ഒരു വർഷം കൂടി നമ്മൾ അടുത്തിരിക്കുന്നു എന്നാണ് അർത്ഥം. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആ ജാലുകളിൽ നിന്ന്, അജലിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞു കടന്നിരിക്കുന്നു. അതുകൊണ്ടാണ് മഹാനായ അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു വചനത്തെ ഗൗരവപൂർവ്വം ലോകത്തിന് സമ്മാനിച്ചത്. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു വവസിനുഹാ ഖബ്ല അൻ തുസനു ഫഇന്നഹു അഹ്വനു അലൈക്കും ഫിൽ ഹിസാബി ഗദൻ അൻ തുഹാസിബു അൻഫുസകുമുൽ യൗം വതസയ്യനു ലിൽ അർളിൽ അക്ബർ. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സുപ്രസിദ്ധമായ ഒരു വചനമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിനു മുമ്പ്, നാളെ റബ്ബിൻ്റെ അടുത്ത് വിചാരണക്ക് വിധേയരാകുന്നതിനു മുമ്പ് സ്വന്തം ജീവിതത്തെ നിങ്ങൾ വിചാരണ ചെയ്യണം. വവസിനുഹാ ഖബ്ല അൻ തുസനു, നാളെ നിങ്ങളുടെ നന്മകളും തിന്മകളുമെല്ലാം തൂക്കിക്കണക്കാക്കുന്ന മീസാൻ വെക്കപ്പെടുന്ന സന്ദർഭത്തിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെ തൂക്കിക്കണക്കാക്കണം. ഫഇന്നഹു അഹ്വനു അലൈക്കും ഫിൽ ഹിസാബി ഗദൻ അൻ തുഹാസിബു അൻഫുസകുമുൽ യൗം, നാളെ റബ്ബിൻ്റെ അടുത്ത് വിചാരണ ലളിതമാകുന്നവർ ഇന്ന് സ്വമേധയാ വിചാരണക്ക് വിധേയരാകുന്നവരാകുന്നു. വതസയ്യനു ലിൽ അർദിൽ അക്ബർ, വമ്പിച്ച ഒരു പ്രദർശനത്തിന്റെ ദിവസമുണ്ട്. ചെയ്തു പോയ കർമ്മങ്ങളെല്ലാം വഉരിദു അലാ റബ്ബിക സ്വഫൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം റബ്ബ് പ്രദർശിപ്പിക്കപ്പെടുന്ന സമയം അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അന്നേ ദിവസം നിങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. യാതൊരു മറഞ്ഞ കാര്യവും അന്ന് നിങ്ങളിൽ നിന്ന് മറഞ്ഞു പോകുന്നതല്ല. എല്ലാ കർമ്മങ്ങളും കൃത്യമായി, എല്ലാ പ്രവർത്തനങ്ങളും വ്യക്തമായി നാളെ റബ്ബിൻ്റെ അടുത്ത് വിചാരണക്ക് വേണ്ടി പ്രദർശിപ്പിക്കപ്പെടുന്നതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധമുണ്ടായാൽ, നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടായാൽ, നിങ്ങൾ ചെയ്തു പോകുന്ന പ്രവർത്തനത്തെക്കുറിച്ച് സ്വമേധയാ ഒന്ന് വിലയിരുത്തിയാൽ, നാളെ റബ്ബിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ലളിതമായ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് വിചാരണക്ക് വിധേയമാകാൻ സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശ്രദ്ധിക്കണം. ഓരോ ദിവസവും കഴിഞ്ഞു കടന്നു പോകുമ്പോൾ നഷ്ടപ്പെടുത്തി കളയുന്ന സന്ദർഭങ്ങളെയും പ്രവർത്തനങ്ങളെയും വളരെ ഗൗരവത്തോടു കൂടിയാണ് ആലോചിക്കേണ്ടത്. എത്രയോ ആളുകളുണ്ട് ഓരോ ദിവസവും കഴിഞ്ഞു കിടക്കുന്നത് ഒരു ചിന്തയുമില്ലാതെ, ഒരു സൽപ്രവർത്തനങ്ങളുമില്ലാതെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അല്ലാഹുവിൻ്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ
വജാഅകുമുൻ നദീർ. അല്ലാഹു ചോദിക്കുകയാണ് ഒരു മനുഷ്യനോട്, അവലം നുഅമ്മിറുകും മാ യതദക്കറു മൻ തദക്കറ, ചിന്തിച്ച് ആലോചിക്കാൻ പറ്റുന്ന, അതിനുവേണ്ടി സമയം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ആളുകൾക്ക് ആവശ്യമായ ആയുസ്, ആവശ്യമായ സമയം നിങ്ങൾക്ക് നാം നൽകിയില്ലയോ? വജാഅകുമുൻ നദീർ, മുന്നറിയിപ്പുകാരൻ നിങ്ങളടുത്ത് വരികയും ചെയ്തില്ലയോ? അള്ളാഹു ചോദിക്കുന്നു. എല്ലാവരോടും റബ്ബ് ചോദിക്കുകയാണ്, ആലോചിക്കാൻ പറ്റുന്നൊരു സമയം കിട്ടിയില്ലേ? ആലോചിക്കാൻ പറ്റുന്നത്രയും ഒരു ദീർഘമായ സമയം നിങ്ങൾക്ക് നമ്മൾ തന്നില്ലയോ? മാത്രമല്ല, താക്കീതുകാരായി, മുന്നറിയിപ്പുകാരായി പലരും നിങ്ങളിലൂടെ കടന്നു പോയിട്ടില്ലയോ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നു, അവലം നുഅമ്മിറുകും 60 സനാ. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആലോചിക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് 60 വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു പ്രയോഗമുണ്ട്, അഅമാറു ഉമ്മത്തി മാ ബൈന 60 ഇല 70. എൻ്റെ ഉമ്മത്തിൻ്റെ പ്രായം 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ് എന്നാണ്. 60 വർഷം ഒരു മനുഷ്യൻ ആലോചിക്കാൻ പറ്റുന്ന സുന്ദരമായ സമയമാണ്, സുദീർഘമായ സമയമാണ്. ആ സമയം ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുകയാണ്, അഅ്ദറല്ലാഹു ഇലാ റജുലിൻ അഖ്റജ ലഹു ഹത്താ ബലഗ 60. 60 വർഷം ജീവിക്കാൻ അവസരം കൊടുത്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അവന്റെ ഒരു ന്യായങ്ങളും അല്ലാഹു സ്വീകരിക്കുന്നതല്ല. ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഇമാം നബവി തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത്, ഇതിന്റെ അർത്ഥം ലം യത്റുക് ലഹു ഉദറൻ ഇദാ അംഹലഹു ഹാദിഹിൽ മുദ്ദ. ഈ ഒരു സുദീർഘമായ സമയം ലഭിച്ചിട്ട് അതെല്ലാം ഉപയോഗപ്പെടുത്താതെ അങ്ങ് വൃഥാവിലേക്ക് തള്ളിക്കളഞ്ഞതിന് ശേഷം നാളെ റബ്ബിൻ്റെ അടുത്ത് ഒരു ഒഴിവ് കഴിവുകളും പറയാൻ സാധ്യമല്ല. അള്ളാഹു അത് സ്വീകരിക്കുന്നതല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടുന്ന ഏറ്റവും ഗൗരവതരമായ ഒരു വർത്തമാനമാണത്. ഓരോ ദിവസങ്ങളെക്കുറിച്ചും ആലോചിക്കണം. മഹാനായ ഉമർ ബിൻ ഖത്താബ്, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അതാ മിമ്പറിൽ നിന്ന് ഖുതുബ നടത്തുകയാണ്. ആ ഖുതുബയിൽ അദ്ദേഹം പറയുകയാണ്, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ലികുല്ലി സഫരിൻ സാദുൻ, എല്ലാ യാത്രക്കും ഒരു പാഥേയമുണ്ട്. എല്ലാ യാത്രക്കും വേണ്ടിയും ആളുകൾ പാഥേയം കരുതാറുണ്ട്. ഫതസവ്വദൂ ലിസഫരികും മിനദ്ദുനിയാ ഇലൽ ആഖിറതി ബിത്തഖ്വാ, നിങ്ങൾ ദുനിയാവിൽ നിന്ന് പരലോകത്തിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയിൽ നിങ്ങൾക്ക് യാത്രാ സാമഗ്രി വേണം, പാഥേയം വേണം. അതേതാണെന്നറിയുമോ? ബിത്തഖ്വാ, തഖ്വയാകുന്ന സാദ് നിങ്ങൾ കരുതിക്കോളൂ. വകൂനൂ കമൻ ആയന മാ അദ്ദല്ലാഹു ലഹു മിനൽ അദാബ്, അല്ലാഹുവിൻ്റെ ശിക്ഷ, അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ശിക്ഷ നേർക്ക് നേരെ കാണുന്നവനെ പോലെ നിങ്ങളാകണം. ഫതറഗബൂ വതറഹബൂ, നിങ്ങൾ ഭയപ്പെടുകയും അല്ലാഹുവിൻ്റെ അടുത്ത് പ്രതീക്ഷ, ആഗ്രഹങ്ങൾ വെക്കുകയും വേണം. വലാ യതൂലന്ന ഫീകുമുൽ അമദ്, നിങ്ങൾ നാളെയാവട്ടെ അടുത്ത ദിവസമാകട്ടെ എന്ന നിലക്ക് നിങ്ങളുടെ കാലം അങ്ങനെ സുദീർഘമായി നീണ്ടുപോകരുത്. അങ്ങനെ വന്നാൽ നിങ്ങളുടെ ഹൃദയങ്ങളൊക്കെ കടുത്തു പോകുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ ശത്രുവിന് കീഴൊതുങ്ങിക്കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര, അടുത്ത സന്ദർഭത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാത്ത ഒരു മനുഷ്യൻ, വൈകുന്നേരം എന്ത് സംഭവിക്കുമെന്ന് അറിയാത്തവൻ, നാളെ പ്രഭാതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവന് പിന്നെ എന്ത് നാളെയാണ്, പിന്നെ എന്ത് അടുത്ത സമയമാണ്. അതുകൊണ്ട് ഗൗരവത്തോടെ ആലോചിക്കണമെന്ന് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് ഖുതുബ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭത്തിൽ 1437 എന്ന ആ വർഷം നമ്മളിൽ നിന്ന് പോയി. ഇപ്പോൾ മുഹറം അഥവാ
പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിലാണ് നമ്മളുള്ളത്. ഒരു വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞതല്ലേ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇല്ല, അത് മലാ മാ മലാ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടൊരു മുഅ്മിനെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇതെല്ലാം നാളെ റബ്ബിൻ്റെ അടുത്ത് കൃത്യമായ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നതാണ്. മുസ്ലിമിനൊരു വർഷം കഴിയുക എന്ന് പറഞ്ഞാൽ അടിച്ചു തകർത്തു ജീവിക്കലല്ല, മറിച്ച് അവൻ്റെ ഹൃദയത്തിലേക്ക് വിവിധങ്ങളായ ഭയാശങ്കകൾ കടന്നു വരികയാണ്. കാരണം പടച്ചവനെ, ഞാൻ ഈ ഖബറിലേക്ക് അഥവാ എൻ്റെ മരണത്തിലേക്ക് ഒരു സന്ദർഭം കൂടി അടുത്തിരിക്കുന്നു എന്ന ചിന്ത ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ അഥവാ ഒന്ന് കഴിഞ്ഞു പോകുമ്പോൾ ഉണ്ടാവണമെന്ന് ഗൗരവത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഈ വർഷം അഥവാ ഈ വർഷം ഹിജറ വർഷത്തിൻ്റെ തുടക്കം മുഹറമാണ്. മുഹറം 10 എന്ന് പറയപ്പെടുന്നത് പ്രത്യേകമായ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ ദിവസമാണ്. വലിയ ഒരു സംഭവത്തിന് സാക്ഷിയാണ്. ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്നതാണത്. ഒരു കാലഘട്ടത്തിൽ തൻ്റെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുടെ അവകാശങ്ങൾ ധ്വംസിച്ചുകൊണ്ട് അവരെയെല്ലാം അടിച്ചമർത്തിയിട്ട് അതീശാധിപത്യത്തിൻ്റെ കസേരയിൽ കയറിയിരുന്ന് ചാട്ടുളി പോലെ ശക്തമായ ഉപദ്രവങ്ങൾ കൊടുത്ത് ബനു ഇസ്രയേലുകളെ അടിമകളാക്കി വെച്ച ഫറോവ എന്ന ചക്രവർത്തിയുടെ നാശം, ഫറോവ എന്ന അതീശാധിപത്യം കൊണ്ടു നടന്ന ആ അധികാരവർഗത്തെ സമ്പൂർണമായി നശിപ്പിച്ചെറിഞ്ഞ ഏറ്റവും ശക്തമായൊരു ദിവസമാണ് മുഹറം 10. മുഹറം 10 ആ ചരിത്രത്തിന്റെ ആവർത്തനം. സത്യവിശ്വാസികൾ നോമ്പിലൂടെ അത് ആവർത്തിക്കുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഔലന്നാസ് ബി ഈസ ഇബ്നു മറിയം ഫി ദുനിയ വൽ ആഖിറ. ഈസ ഇബ്നു മറിയം ഈസാ നബിയുമായി ദുനിയാവിലും ആഖിറത്തിലും ഞാനാണ് ഏറ്റവും ബന്ധപ്പെട്ടയാൾ. വൽ അംബിയാഉ ഇഖ്വത്തുൻ ലിഅല്ലാത്ത്. അംബിയാക്കൾ സഹോദരങ്ങളാണ്, പിതൃ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞാൽ ഒരേ പിതാവിന്റെ ഒരേ ഗണത്തിലുള്ള സഹോദരങ്ങളാണ്. ഉമ്മഹാത്തുഹും ശത്ത, അവരുടെ മാതാക്കൾ വ്യത്യസ്തങ്ങളായിരിക്കും. വദീനുഹും വാഹിദ്, കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാം എല്ലാ പ്രവാചകന്മാരുടെയും മതം ഒന്ന് തന്നെയായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ തൗഹീദ് എന്ന മതത്തിന്റെ ഏറ്റവും സുപ്രധാനമായ വിഷയം ഒരേ ആശയം തന്നെയായിരുന്നു. അതിൻ്റെ ഫുറൂഉകളിൽ മറ്റു വിഷയങ്ങളിൽ ഓരോ കാലഘട്ടത്തിലും മാറ്റം വന്നിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. മൂസാ നബിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 67 തവണ ആവർത്തിച്ചു വിശദീകരിച്ചത് കാണാം. 67 തവണ പരിശുദ്ധ ഖുർആനിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പരാമർശിച്ചു. മൂസാ നബിയും ഫറോവയുമായുള്ള ശക്തമായ വാഗ്വാദങ്ങളെ സംബന്ധിച്ചും ആ കാലഘട്ടത്തിലെ പ്രവർത്തനത്തെ സംബന്ധിച്ചും ധാരാളം സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിന്റെ തുടക്കവും അതിന്റെ മധ്യഭാഗവും അതിന്റെ ഒടുക്കവും എല്ലാം പിൽക്കാലത്തുള്ള ആളുകൾക്ക് ശക്തമായ ചരിത്രമാണ്, ശക്തമായ ഗുണപാഠമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. മൂസാ നബി എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്രയോ കാലം മുമ്പ് കടന്നുപോയ ആ പ്രവാചകന്റെ കാലഘട്ടത്തിലെ പ്രവർത്തനം ഇക്കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾക്കും ശക്തമായ ഊർജം നൽകുന്ന ചരിത്രമാണ് എന്ന് ഖുർആൻ വായിക്കുന്ന ആളുകൾക്ക് അറിയാം. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം ആ വിഷയത്തിൽ സൂചിപ്പിക്കുകയാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ശക്തമായി ആവശ്യപ്പെട്ട സുപ്രധാനമായ 2 വിഷയങ്ങളായിരുന്നു. ഒന്ന്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതും രണ്ടാമത്തത് അതിനുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ബനു ഇസ്രയേലുകളെ നീ മോചിപ്പിക്കണമെന്ന ശക്തമായ ആവശ്യമായിരുന്നു മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവ ചക്രവർത്തിയുടെ മുന്നിൽ വെച്ചത്. ആ സമയത്ത് ഫറോവ ചക്രവർത്തി പറഞ്ഞ 2-3 വാക്കുകളുണ്ട്. അദ്ദേഹം ചോദിക്കുകയാണ്, അലം നുറബ്ബിക ഫീനാ വലീദാ വലബിസ്ത ഫീനാ മിൻ ഉംരിക സിനീൻ വഫഅൽത ഫഅലതക അല്ലതി ഫഅൽത വഅൻത മിനൽ കാഫിരീൻ. ഫിർഔൻ മൂസാ നബിയോട് ചോദിക്കുകയാണ്,
അലം നുറബ്ബിക ഫീനാ വലീദ, കുട്ടിയായിരുന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നിന്നെ വളർത്തിയില്ലേ? നീ കുട്ടിയായിരുന്നപ്പോ നിന്നെ വളർത്തിയത് ഞങ്ങളല്ലേ? വലബിസ്ത ഫീനാ മിൻ ഉംരിക സിനീൻ, നിന്റെ വയസ്സിൽ നിന്ന് കുറച്ച് കാലം ഞങ്ങളോടൊപ്പം നീ കഴിഞ്ഞുകൂടുകയും ചെയ്തില്ലേ? ഞങ്ങളോടൊപ്പമല്ലേ കഴിഞ്ഞുകൂടിയത്? മാത്രമല്ല വഫഅൽത ഫഅലതകല്ലതി ഫഅൽത വഅൻത മിനൽ കാഫിരീൻ, നീ ആ ചെയ്ത ദുഷ്പ്രവൃത്തി ഉണ്ടല്ലോ, മോശം പ്രവർത്തനം, നീ അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നീ നന്ദി കെട്ടവരുടെ കൂട്ടത്തിലാവുകയും ചെയ്തിട്ടുണ്ട് മൂസ. വിശാലമായൊരു സംഭവത്തിൻ്റെ ചില ഭാഗങ്ങളാണത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ഗൗരവതപരമായി തന്നെ അതിനെ നേരിടുകയാണ്. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അതേ ഫഅൽതുഹാ ഇദൻ വഅന മിനദ്ദാല്ലീൻ, അതേ ഞാൻ അന്ന് ആ പ്രവർത്തനം ചെയ്തു പോയിട്ടുണ്ട്. അന്ന് എനിക്ക് വഴിയറിയാത്തവനായിരുന്നു, ഞാൻ പിഴച്ചുപോയ ആളാണ് എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൻ്റെ കൃത്യമായ വിഷയം അറിയാത്ത ആളായിരുന്നു ഞാൻ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നേർമാർഗം കാണിച്ചു തരുന്നു. അദ്ദേഹം പറയുകയാണ്, ഫഫറർതു മിൻകും ലമ്മാ ഖിഫ്തും, ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ ഭയപ്പെട്ടപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ ഓടിപ്പോയി. ഫവഹബ ലീ റബ്ബീ ഹുക്മാ, അങ്ങനെ എൻ്റെ റബ്ബ് എനിക്ക് തത്വജ്ഞാനം ദാനമായി നൽകി. വജഅലനീ മിനൽ മുർസലീൻ, അല്ലാഹു എന്നെ അവൻ്റെ ദൂതന്മാരുടെ കൂട്ടത്തിൽ ആക്കുകയും ചെയ്തു. വതിൽക നിഅമത്തുൻ തമുന്നുഹാ അലയ്യ അൻ അബ്ബത ബനീ ഇസ്രായീൽ, ഓ ഫിർഔൻ, നീ എടുത്തു പറയുന്ന എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളുണ്ടല്ലോ, നീ എന്നെ വളർത്തിയെന്നും കൊട്ടാരത്തിൽ വെച്ച് എനിക്ക് വേണ്ടതൊക്കെ തന്നു എന്നൊക്കെ പറയുന്ന ആ അനുഗ്രഹങ്ങൾ, അതൊക്കെ നീ എടുത്തു പറയുന്ന ആ അനുഗ്രഹങ്ങളുണ്ടല്ലോ, ഇസ്രായേൽ സന്തതികളെ നീ അടിമകളാക്കി വെച്ചതിനാൽ ഉണ്ടായതത്രേ അക്കാര്യങ്ങളെല്ലാം. അതൊരു വലിയ സംഭവത്തിലേക്കുള്ളൊരു ചെറിയ വർത്തമാനാണ്. ബനൂ ഇസ്രായേലുകളെ നീ അടിമകളായി വർഷങ്ങളോളം വെച്ചിരുന്നതിന്, അതിനു വേണ്ടിയാണ് നിന്നെ കൊണ്ട് അള്ളാഹു അത് ചെയ്യിപ്പിച്ചത്. ബനൂ ഇസ്രായേലുകളിൽപ്പെട്ട ഒരു കുട്ടിയെ നിന്നെ കൊണ്ട് സംരക്ഷിക്കുക എന്നത്, നിന്നെ കൊണ്ട് വളർത്തിക്കുക എന്നത്, അത് റബ്ബ് ചെയ്ത പണിയാണ്. നീ അടിമകളാക്കി വെച്ച ബനൂ ഇസ്രായേലുകളെ ആ പ്രയാസപ്പെടുത്തിയതിന് അതിനുള്ളതായി കൂട്ടിക്കോളൂ. അത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. ധാരാളം വാഗ്വാദങ്ങൾ, ഞാൻ അങ്ങോട്ടൊന്നും ഇപ്പൊ കിടക്കണില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമൂഹത്തെ അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഏതൊരധികാരി വർഗത്തിനും ലോകത്ത് സത്യത്തിനെതിരായി നിലനിൽക്കുന്ന ഒരാൾക്കും അവരുടെ അധികാരം തുറന്നു പോകാൻ അള്ളാഹു സമ്മതിക്കുന്നതല്ല. അത് ഇന്നലകളുടെ ചരിത്രമാണ്, ഇന്നിന്റെയും ചരിത്രം അത് തന്നെയാണ്. അതാ അയാൾ പറഞ്ഞത്, നൈൽ ഒഴുകുന്നത് എൻ്റെ അധികാരത്തിലാണ്, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നൈൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അന റബ്ബുക്കുമുൽ അലാ, ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ രക്ഷിതാവെന്ന് വരെ പറഞ്ഞു കളഞ്ഞ ഫിർഔൻ. അവസാനം അള്ളാഹു അയാളെ നശിപ്പിച്ചത് എങ്ങനെയാണ്? അള്ളാഹു അയാളെ നശിപ്പിക്കുന്നത് ലോകത്ത് മുഴുവൻ അധികാരി വർഗങ്ങൾക്കും പാഠമായിട്ടാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും അതുപോലെയുള്ള വലിയ സംഭവങ്ങളെ എടുത്തു പറഞ്ഞതിൻ്റെ ചാപ്പ കുത്താൻ, ഏതൊരാളുടെ പുറത്തും ചാപ്പ കുത്താൻ പറ്റുന്ന സന്ദർഭമാണ്. ആരുടെ പേരിലും പല രൂപത്തിലുള്ള നിയമങ്ങളും ചുമത്താൻ പറ്റുന്ന സന്ദർഭമാണ്. അത് സത്യമോ ശരിയോ തെറ്റോ എന്നൊന്നും ആരും പരിശോധിക്കണില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഏതൊരു സമൂഹത്തെയും അതിക്രമിച്ച് കടക്കാൻ ആര് ശ്രമിച്ചാലും റബ്ബ് അത് സമ്മതിച്ചു കൊടുക്കുന്നതല്ല. അത്തരമൊരു അധികാരി വർഗത്തിന്റെ തകർച്ചയുടെ സന്ദർഭമാണ് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന ഫിർഔനിന്റെ തകർച്ചയെന്ന്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 1438 ആണ്ട് തുടങ്ങുന്ന ഈ സന്ദർഭത്തിൽ ഞാനും നിങ്ങളും എല്ലാം ഓർത്തു വെക്കേണ്ടത്, പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലതൊക്കെ അങ്ങ് വിട്ടുകൊടുക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും പിറന്ന നാടും വീടും ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോകേണ്ടി വന്നു. ആ ഹിജ്റ, അതുകൊണ്ടാണ് വലിയ സംഭവങ്ങൾക്ക് നാന്ദി കുറിച്ച
മാസമാണ് മുഹറം എന്നതുകൊണ്ടാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജ്റ വർഷം തുടങ്ങേണ്ടുന്നത് ഏതു മാസമാണെന്ന് തീരുമാനിച്ചപ്പോൾ മുഹറമിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അതാണ്. റബീഉൽ അവ്വൽ തിരഞ്ഞെടുക്കാതെ, റമളാൻ തിരഞ്ഞെടുക്കാതെ മുഹറം തിരഞ്ഞെടുത്തത് അതാണ്. ഒരു കാലഘട്ടത്തിലെ സമൂഹത്തിന് ഏറ്റവും അല്ലാഹു നൽകിയ മഹാനുഗ്രഹത്തെ, ഒരു സമൂഹത്തെ ഒന്നാകെ അടിച്ചമർത്തിക്കൊണ്ടിരുന്ന ആ അധികാരിയെ തകർക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്ത സമയം, ആ മാസമാവട്ടെ ഹിജ്റയുടെ തുടക്കം. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ പരാജയമല്ല, വമ്പിച്ച വിജയമായിരുന്നു. ഹിജ്റ പരാജയമാണെന്നാണോ ആരെങ്കിലും വിചാരിക്കുന്നത്? അല്ല, ഹിജ്റ പരാജയമല്ല, ഹിജ്റ വിജയമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചുരുങ്ങിയ നാളുകൾ കൊണ്ട് വിജയത്തിന്റെ സോപാനത്തിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെയും കൂടെയുള്ളവരെയും കൈപിടിച്ചുയർത്തിയത് ഹിജ്റയ്ക്ക് ശേഷം വളരെ സുപ്രധാനമായ ചില പ്രവർത്തനങ്ങളുടെ ബലമായിരുന്നു എന്ന് ഞാനും നിങ്ങളും അറിയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ചെങ്കടലിന്റെ മധ്യത്തിലേക്ക് പോയി ഫിർഔനും ആളുകളുമെല്ലാം മുങ്ങിത്താഴുമ്പോൾ ആ സമയത്ത് പുറത്തേക്ക് സമുദ്രത്തിന്റെ ഉപരിതലത്തിലേക്ക് പൊങ്ങി വന്ന ആ നാടിന്റെ ഭരണാധികാരി അയാൾ കൈയുയർത്തി വിളിച്ചു പറഞ്ഞു, ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമന്തു ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. അന റബ്ബുക്കുമുൽ അഅല എന്ന് വാദിച്ച ഫിർഔനാണ് ബനൂ ഇസ്രായേലുകൾക്ക് കിരാതമായ മർദ്ദനം കൊടുത്ത മനുഷ്യനാണ്. ഈജിപ്തിലെ പിരമിഡുകൾ ഇന്നും അതിന് സാക്ഷിയാണ്. ടൺ കണക്കിന് ഭാരമുള്ള കല്ലുകൾ സ്വന്തം കൈകൾ കൊണ്ട് സ്വന്തം ശരീരത്തിൽ ഏറ്റിക്കൊണ്ട് എടുത്തുകൊണ്ടുപോയി വെക്കാൻ വിധിക്കപ്പെട്ട അടിമവർഗമായിരുന്ന ബനൂ ഇസ്രായേലുകൾ യാതൊരു വിധത്തിലുള്ള പരിഗണനയും കൊടുക്കാതിരുന്ന ഫിർഔനദാ അയാളുടെ ജീവിതത്തിന്റെ അവസാനം വിളിച്ചു പറയുന്നു, ആമന്തു, ഞാൻ വിശ്വസിച്ചു, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായീൽ. ബനൂ ഇസ്രായേലുകൾ വിശ്വസിച്ച രക്ഷിതാവ് ആരോ, ആരാധനക്ക് അർഹനായ ഒരേ ഒരാൾ, ആ അല്ലാഹുവിൽ ഞാനും ഇതാ വിശ്വസിച്ചു. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ ആ രക്ഷിതാവിനെ സമ്പൂർണമായി സമർപ്പിക്കുന്നവനായി തീരുകയാണ്. ഫിർഔൻ വിളിച്ചു പറഞ്ഞതാണ്. സൂറത്ത് യൂനുസിന്റെ 90-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, അൽ ആൻ, ഇപ്പോഴാണോ ഫിർഔൻ നിനക്ക് കണ്ണു തുറക്കാൻ കഴിഞ്ഞത്? ഇപ്പോഴാണോ നിനക്ക് ബോധ്യമായത്? വഖദ് അസൈത്, തീർച്ചയായും നീ അനുസരണക്കേട് കാണിച്ചു. ഖബലു, മുമ്പ്, വകുന്ത മിനൽ മുഫ്സിദീൻ, നീ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയവനാണ്, നീ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവനാണ്. ഇപ്പോഴാണോ നിനക്ക് തോന്നിയത്? എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, ഇന്നേ ദിവസം നിന്റെ ശരീരത്തെ നാം സംരക്ഷിക്കുകയാണ്. ലിതകൂന ലിമൻ ഖൽഫക ആയ, പിന്നാലെ വരുന്ന ആളുകൾക്ക് നീ ഒരു പാഠമായി മാറണം. ഫിർഔൻ വഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ, മഹാഭൂരിപക്ഷം ആളുകളും നമ്മുടെ ദൃഷ്ടാന്തത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണ്, അശ്രദ്ധരാണ്. ആ അശ്രദ്ധരായ മുഴുവൻ ആളുകൾക്കും നീ ഒരു പാഠമാവണം. ഇന്ന് ഈജിപ്തിലെ റോയൽ മമ്മി മ്യൂസിയത്തിൽ അതാ കിടക്കുന്ന ഫിർഔനിന്റെ ബോഡി ലോകത്തെ അടിച്ചമർത്താനും അവഹേളിക്കാനും അവകാശങ്ങൾ നിഷേധിക്കാനും രംഗത്ത് വരുന്ന മുഴുവൻ ഭരണാധികാരികളുടെയും മുന്നിൽ ജീവിക്കുന്ന ശക്തമായ തെളിവായി ഫിർഔനിന്റെ ആ മൃതശരീരം ഇന്നും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സാധാരണ മമ്മി സൂക്ഷിക്കപ്പെടുക ഒരു പ്രത്യേക രൂപത്തിൽ ആന്തരിക അവയവങ്ങൾ എടുത്തു കളഞ്ഞ് മരുന്നൊക്കെ നിറച്ചിട്ടാണെങ്കിൽ ഫിർഔനിൻ്റെത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നാ. അങ്ങനെ ഒന്നും ചെയ്യാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കടലിൽ അയാളെ സംരക്ഷിച്ചു. ഒരു മത്സ്യവും കൊത്താതെ, ഒരു ജീവിയും അയാളെ തിന്നു തീർക്കാതെ, ജലത്തിൽ യാതൊരുവിധ പ്രശ്നവുമില്ലാതെ അയാളെ അല്ലാഹു ഇവിടെ കിടത്തി. പിൽക്കാലത്തുള്ള ജനങ്ങൾക്ക് ലിമൻ ഖൽഫക ആയ, ദൃഷ്ടാന്തമായിരിക്കണം നീ എല്ലാവർക്കും. ഇന്നും പരിശുദ്ധ ഖുർആൻ ഇത് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ സമൂഹത്തെ അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും അവർക്കൊക്കെ പാഠമാണ്.
ഈ അധ്യായം പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും പഠിച്ചു വെക്കേണ്ടുന്ന പാഠം, റബ്ബിനെ ധിക്കരിക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു വെറുതെ വിടുകയില്ല, അതെത്ര വലിയവനാണെങ്കിലും ശരി. ഓരോ ദിവസം കഴിഞ്ഞു പോകുമ്പോഴും നമ്മളെ ചിന്ത അതാവണം. അനാവശ്യമായ തോന്നിവാസങ്ങളിലൂടെ കടന്നു പോകുന്ന പുതിയ യുവജനങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്. മയക്കുമരുന്നിന്റെയും മറ്റു പല തോന്നിവാസങ്ങളുടെയും പിന്നാലെ പോകുന്ന യുവാക്കളുണ്ടല്ലോ, മക്കളെ ശരിക്കു പഠിച്ചോളൂ. അള്ളാഹുവിന്റെ അധികാരത്തിൽ, അള്ളാഹുവിന്റെ തീരുമാനത്തിനെതിരായി മുന്നോട്ട് പോയാൽ റബ്ബ് വെറുതെ വിടുകയില്ല. റബ്ബിന്റെ ശിക്ഷ ശക്തമായി നിങ്ങളെ പിടികൂടും. ആ സമയത്ത് കൈകാലിട്ടടിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല, രക്ഷപ്പെടാൻ കഴിയാത്ത പിടുത്തമായിരിക്കും. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, അള്ളാഹുവിന്റെ പിടുത്തം അതികഠിനമായിരിക്കുമെന്ന് ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഗൗരവത്തിൽ കാണണം ജീവിതത്തെ. ഓരോ സന്ദർഭങ്ങളും ഓരോ ദിവസങ്ങളും ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് മാറ്റണം. അള്ളാഹുവിന്റെ ദീനിനെ ശക്തമായി ഉൾക്കൊള്ളണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാനി തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. മുഹറം വളരെ പ്രാധാന്യമുള്ള, യുദ്ധം നിഷിദ്ധമായ മാസങ്ങളിൽപ്പെട്ട ഒരു മാസം. അതോടൊപ്പം തന്നെ അതിൻ്റെ 10ാമത്തെ ദിവസം ആശൂറയുടെ പ്രത്യേകതയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസി സമൂഹങ്ങളോട് നോമ്പ് സുന്നത്താക്കിയിട്ടുണ്ട്. നമുക്ക് ഏവർക്കും അറിയുന്ന സംഗതിയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, കാന അഹ്ലു ഖൈബറ യസൂമൂന യൗമ ആശൂറ. ഖൈബറിലെ, മദീനയിലെ ഖൈബറിലെ ആളുകൾ, ജൂതന്മാർ, അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു ആശൂറ ദിനത്തിൽ. മാത്രമല്ല യത്തഖിദൂനഹു ഈദൻ, ആശൂറ അഥവാ മുഹറം 10 അവരൊരു പെരുന്നാളായി ആഘോഷിച്ചിരുന്നു. വയുൽബിസൂന നിസാഅഹും ഫീഹി ഹുലിയഹും, അന്നവരുടെ സ്ത്രീകളെ ആഭരണങ്ങളൊക്കെ ധരിപ്പിച്ചിരുന്നു അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസൂമുഹു അന്തും, അന്ന് നിങ്ങളും നോമ്പനുഷ്ഠിക്കണം. വിശാലമായൊരു സംഭവം. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ജൂതന്മാർ നോമ്പെടുത്തിരുന്നു എന്നും അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ബനൂ ഇസ്രായേലുകളെയും ഫിർഔനിൽ നിന്ന് അള്ളാഹു രക്ഷിച്ച ദിവസമാണ്. അതിൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മൂസ നബിയും ആളുകളും നോമ്പെടുത്തിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളും നോമ്പെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅനാ അഹഖു ബിമൂസ മിൻകും, ഞാനാണ് നിങ്ങളെക്കാൾ മൂസ നബിയോട് ഏറ്റവും ബന്ധപ്പെട്ടയാള്, ബാധ്യതപ്പെട്ടയാള് ഞാനാണ്. അങ്ങനെ ഫസാമഹു വഅമറ ബിസിയാമിഹി, നബി തങ്ങൾ നോമ്പെടുക്കുകയും നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പ്രേരിപ്പിച്ചിരുന്നു, അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അത് മുഹറം മാസത്തിലെ നോമ്പാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഅഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ, ഫർള് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം രാത്രിയിലെ നിസ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ ഈ മുഹറമിൻ്റെ 10ന്റെ അന്ന് നോമ്പെടുക്കൽ സുന്നത്താണ്. അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തൽ കൂടിയാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനതല്ലതി ഖബല, ഈ ദിവസത്തെ നോമ്പ് അഥവാ ഈ മുഹറം 10ന്റെ നോമ്പ്, ആ മുഹറം 10ന്റെ നോമ്പ് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ മുഹറം 10ന്റെ അന്നത്തെ നോമ്പ് ഏറെ പ്രാധാന്യമുള്ളതാണെന്ന് ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുമ്പ് ഇവിടുന്ന് അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞു,
ജൂതന്മാരോട് എല്ലാ വിഷയത്തിലും മുഅ്മിനീങ്ങൾ എതിരായി നിൽക്കണം എന്ന ശക്തമായ തീരുമാനത്തിന് ശേഷം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9ന്റെ നോമ്പ് കൂടി പിടിക്കും. അങ്ങനെയാണ് നമുക്ക് മുഹറം 9ന്റെ നോമ്പ് കൂടി സുന്നത്തായത്. അപ്പോൾ മുഹറം 9നും 10നും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. ഈ വിഷയം വിശദീകരിക്കുമ്പോൾ പണ്ഡിത ലോകത്തിന് പ്രഗത്ഭരായ പണ്ഡിതന്മാർ പറഞ്ഞു, 9ന്റെ അന്ന് നോമ്പെടുക്കാൻ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ 11 അയാൾ നോമ്പെടുക്കണം, 10ഉം 11ഉമാക്കിയിട്ട് വർദ്ധിപ്പിക്കും. കാരണം ജൂതന്മാരോട് എതിരാകലാണ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നതുകൊണ്ട് 9ന്റെ നോമ്പെടുക്കാൻ കഴിയാതെ വന്നാൽ 11 കൂടി നോമ്പെടുക്കണം. അപ്പോൾ 10ഉം 11ഉമാകണം. കാരണം ജൂതന്മാരോട് സമ്പൂർണ്ണമായി എതിരാവണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. മുഹറം ആദ്യത്തെ 1 മുതൽ 10 ദിവസം വരെ ഒന്നിനും കൊള്ളാത്ത ദിവസങ്ങളാണെന്നും നഹ്സാണ് എന്നുമുള്ള വിചാരം നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങളിൽ വല്ലാതെ വ്യാപിച്ചു. ചില സ്ഥലങ്ങളിലൊക്കെ കച്ചവടങ്ങൾ പോലും നടക്കൂലത്ര, ഗ്രഹപ്രവേശം നടക്കൂല, അങ്ങനെ ഒന്നും നടത്തൂല. കാരണം അത് കൊള്ളാത്ത ദിവസമാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ആരാണ് ഈ പ്രക്രിയ ഉണ്ടാക്കിയെന്നറിയോ? ലോകത്ത് അള്ളാഹു ബഹുമാനിച്ചതിനെ ആദരിച്ചതിനെ നിന്ദിക്കുക എന്ന സമ്പ്രദായവുമായി വന്ന ജൂതന്മാരുണ്ടാക്കിയെടുത്ത ശീഇകളാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആളുകൾ. അവർക്കന്ന് ദുൽഹിജ്ജ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖമാണ്. അവർ മഅ്തമുകളായിരിക്കും. അന്ന് മഅ്തം എന്ന് പറഞ്ഞാൽ ദുഃഖാചരണ കേന്ദ്രങ്ങളിലായിരിക്കും അവർ കറുപ്പ് ധരിച്ചിട്ട്. അന്നത്തെ ദിവസം അവർ കവിളും നെഞ്ചുമൊക്കെ അടിച്ച് പുറവുമൊക്കെ അടിച്ച് പൊട്ടിക്കും. അവർ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മരിച്ചതിന്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ കവിളുകളിൽ അടിക്കുകയോ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയോ നെഞ്ചത്തടിക്കുകയോ ചെയ്യരുത്, അത് ഞാൻ നിങ്ങളോട് വിരോധിക്കുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഒരാൾ മരിച്ച ഉടനെ തന്നെ അത് നിഷിദ്ധമാണെങ്കിൽ, ഒരാൾ മരിച്ചിട്ട് കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴും ആളുകൾ അതിൻ്റെ പേരിൽ ആ ദിവസത്തിൽ അടിച്ചു പൊട്ടിച്ചുകൊണ്ട് ആ ദിവസത്തിൻ്റെ പവിത്രത കളഞ്ഞു കുളിക്കുന്ന സ്വഭാവമാണ് ലോകത്തുടനീളം ശീഇകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ശിയാക്കൾ ഉണ്ടാക്കിയെടുത്ത നഹ്സുവാദം മുസ്ലിം സമൂഹത്തിൽ അറിയാതെ പിടിപെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ഒന്നും നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ആ ദിവസങ്ങൾ മുഹറം യുദ്ധം നിഷിദ്ധമായ മാസമാണ്. എല്ലാ നന്മകളും കളിയാടേണ്ടുന്ന മാസമാണ്. ആ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസം മോശമാണെന്ന് പറയുന്ന ആളുകൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. അള്ളാഹു അനുവദിച്ചതിനെയും അള്ളാഹു മഹത്വമാക്കിയതിനെയും നിഷിദ്ധമാക്കുന്ന സ്വഭാവമാണ്. അത് ജൂതന്മാരുടെ തന്ത്രമാണ്. അവരാണ് അതിൻ്റെ ആളുകൾ. അതൊരിക്കലും സത്യവിശ്വാസികൾ ചെയ്യരുത്. അള്ളാഹു നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ വിട്ടുനിൽക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ദീനിൽ അള്ളാഹു പഠിപ്പിച്ച കാര്യം അതിൻ്റെ കൃത്യമായ റൂട്ടിൽ ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ഇബ്രാഹിം ഖലീൽ മസ്ജിദ് നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള പിരിവാണ്. ഈ പള്ളിക്ക് വേണ്ടിയുള്ള സ്വതക്കയിൽ നിങ്ങളെല്ലാവരും ഭാഗഭാക്കാവണം. അള്ളാഹു എല്ലാ നന്മകളിലും ഒരുപോലെ ഒരുമിച്ച് കൂടുന്ന നന്മകൾ പ്രവർത്തിക്കാൻ മുന്നിട്ട് വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന നൂറുകണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കുന്നു. അള്ളാഹുയുടെ കഷ്ടപ്പാട് ദുരിതങ്ങളും ഒക്കെ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.